എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളോടൊന്ന് ചോദിച്ചു നോക്കാം. ഈ സർവേ നമ്പർ നിർത്ത്. ഒരു മിനിറ്റ്. ചേട്ടാ, എന്താ മോനെ? ഈ സർവേ നമ്പർ 26 ഇവിടെ എവിടെയോ. സർവേ നമ്പർ 26 ഇവിടുന്ന് നേരെ പോയിട്ട് വലത്തോട് തിരിയണം, പിന്നെ ഇടത്തോട് തിരിയണം. അവിടുന്ന് നേരെ പോയാൽ കാണാൻ പറ്റും. ഇവിടെ എവിടെയാണെന്നല്ലേ പറഞ്ഞത്? അതിപ്പോ അയ്യോ, എന്ത് പണികളാ നീ കാണിച്ചേ? ആരാടാ എന്റെ കരിമ്പ് നോട്ടത്തില് വണ്ടി ഓടിച്ചു കയറ്റിയത്? നിന്നെ കൊണ്ടല്ലോ, കാണിച്ചു തരാം. അല്ല ബ്രോ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഈ ആടെല്ലാം കൂടെ റോഡിൽ കയറി നിന്നപ്പോ പെട്ടെന്ന് ബ്രേക്ക് ഓട്ടാൻ പറ്റില്ല. ആരാടാ? അയ്യോ, എന്റെ കരിമ്പ് നോട്ട് ഇവന്മാരെ ആകെ നശിപ്പിച്ചല്ലോ. റോഡിൽ കൂടെ ഓടിക്കേണ്ട വണ്ടിയാണോടാ എന്റെ തോട്ടത്തിൽ കൂടെ ഓടിക്കുന്നത്? ഞാൻ നോക്ക്, എന്റെ കരിമ്പ് മുഴുവൻ നശിപ്പിച്ചു. കണ്ണു ഓർന്ന് നോക്കണം. എന്താടാ രാത്രി കുടിച്ചോണ്ട് കെട്ടൊന്നും ഇതുവരെ വിട്ടില്ലേ? അതെ, നീ കുറച്ച് ഓവറാണല്ലോ. ഇന്നലെ രാത്രി നീയാണോ ഞങ്ങൾക്ക് സാധനം വാങ്ങിച്ചത്? എന്തുവാ? ഞാൻ ആരുടെ നെഞ്ചത്തൊന്നും വണ്ടി കയറ്റിയില്ലല്ലോ, കരിമ്പത്തോട്ടത്തല്ലേ കയറ്റിയത്. നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് വണ്ടി കയറ്റിയില്ല ഞാൻ മിണ്ടില്ലായിരുന്നു. കൃഷി ചെയ്യുന്ന മണ്ണും വിളഞ്ഞു നിൽക്കുന്ന കരിമ്പും ഇതിനൊക്കെ എന്തെങ്കിലും പറ്റിയിലുണ്ടല്ലോ, നിന്നെ വെറുതെ വിടില്ല. വാ, എല്ലാ കരിമ്പും നശിപ്പിച്ചില്ലേ, ഇനി ഇതൊക്കെ ശരിയാക്കിട്ട് പോയാൽ മതി. വാ. ഒടിഞ്ഞു പോയ കരിമ്പൊക്കെ എങ്ങനെ ശരിയാക്കുന്നത്? അതിനുള്ള കാശ് എത്രയാന്ന് പറ, അതങ്ങ് തന്നേക്കാം. എന്തുവാ? കാശ് തരാമെന്നോ? ഇതേ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് അതങ്ങ് എറിഞ്ഞു കളയുന്ന പോലെയൊന്നും അല്ല കൃഷി ചെയ്യുന്നത്. മണ്ണിൽ വിത്തിട്ട് അത് മുളച്ച് വരുന്നത് വരെ അതിന്റെ വിശപ്പും ദാഹവും അറിഞ്ഞ ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ അതിനെ നോക്കണം. 16 മാസം വരെ ഇതിനെ പരിപാലിക്കണം. അത്രയും കഷ്ടപ്പെട്ടാ ഞങ്ങൾ ഇതിനെ വളർത്തുന്നത്. അത് മുഴുവൻ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് അഹങ്കാര വർത്തമാനം പറയുന്നോ? ഇനി ഒരു പ്രാവശ്യം കൂടെ പല്ലവിയുടെ മുൻപിൽ കണ്ടോ അടിച്ച് പല്ല് തെറിപ്പിക്കും ഞാൻ. വെജ് ആണോ നോൺ വെജ് ആണോ? എന്താ പറഞ്ഞേ? മിണ്ടാതിരിക്കടാ. ഹേയ് ബ്രോ, സൂട്ട്സ് കൊച്ചു പെണ്ണ തല്ലിക്കളയരുത്. അപ്പൊ നീ അടിക്കുമല്ലേ? എന്നെ അടിക്കോ? നീ അടിക്കേ. ആൺകുട്ടികൾ ഗൺ പോലെ ആയിരിക്കണം, പെൺകുട്ടികൾ പൂ പോലെയും. ഗ്രാമത്തിലെ പെൺകുട്ടികൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ കണ്ടതിന് ശേഷം അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രായത്തിൽ വീഴുന്നത് സാധാരണയാണ്, അല്പം സൂക്ഷിക്കുന്നതല്ല. നമ്മുടെ സർവേ നമ്പർ 26/53 ഒരുത്തൻ ചോദിച്ചോണ്ട് വന്നായിരുന്നു ചേട്ടാ. അവിടെ പോയി അവന്റെ കഥ കഴിക്കുന്നതിന് മുമ്പ് കോടതിയിൽ ബഹളമായി. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ആ വരത്തൻ ആ ഭൂമിയിൽ ചെന്ന് കൈവയ്ക്കുന്നതിന് മുമ്പ് അവൻ ആരാ ഏതാന്നൊക്കെ പോയി അന്വേഷിക്കേ. സക്രമ പ്രവേശ. പണം വരുന്നത് വരെ ഈ പ്രോപ്പർട്ടി ആരുടെയാ? നമ്മളുടേത്. ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു സൂര്യൻ. ഡയലോഗിന്റെ പഞ്ച് എങ്ങനെ ഉണ്ടോ? അടിപൊളി ബ്രോ. ഏതു മണ്ണാണോ അവൻ ചോദിച്ചു വന്നത് അതേ മണ്ണിൽ തന്നെ ഞാൻ അവനെ കുഴിച്ചു മൂടും. കല്യാണം കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം എനിക്കൊരു കുഞ്ഞുണ്ടായിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെ ഭയങ്കര സംശയമാണ്. അതുകൊണ്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറയൂ അമ്മേ. അമ്മേ, എനിക്ക് ഈ കുഞ്ഞിനെ ഒന്നും വേണ്ട. ഇതെന്റെ കുഞ്ഞൊന്നുമല്ല, കാണാൻ എന്നെ പോലല്ല. ഇനി ഇവക്ക് എന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് വാ, അപ്പൊ നോക്കാം. ഇല്ലെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. ബന്ധങ്ങളിൽ പവിത്രമായ ബന്ധം ഏതാണെന്ന് അറിയോ നിനക്ക്? അത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഒരു കുടുംബം നടത്താൻ ആവശ്യമുള്ളത് കട്ടിലും തലയുടെയും പായയും മാത്രമല്ല, വിശ്വാസമാണ്. അല്ല, നീ എന്താ പറഞ്ഞ? ഈ കുഞ്ഞ് നിന്നെ പോലെ അല്ലെന്ന്. നിനക്ക് കുറച്ചെങ്കിലും നാണുണ്ടോടാ? വയറ്റിനകത്തുള്ള കുഞ്ഞിന് നിറം കൊടുക്കാൻ പറ്റുമോ? രൂപം കൊടുക്കാൻ പറ്റുമോ? ഒരു ഭാര്യ ഭർത്താവിനെ സംശയിക്കുകയാണെങ്കിൽ ഇവൻ എനിക്ക് മാത്രം സ്വന്തമാണെന്നാണ് അർത്ഥം. അതേസമയം ഭർത്താവ് ഭാര്യയെ സംശയിച്ചാലോ ഇവൾ എനിക്ക് വേണ്ട വേറൊരുത്തി വേണോന്ന് അർത്ഥം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ കുഞ്ഞ് വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്ക്. ആരെങ്കിലും എടുത്തോണ്ട് പോയി വളർത്തട്ടെ. അവസാനം എന്നെ പോലെ അനാഥനായിക്കോളും. ആരോ പ്രസവിച്ചു, ആരോ എടുത്തു വളർത്തി. ഇപ്പതാ ഇവിടെ. എനിക്കറിയാവുന്ന ഒറ്റ കാര്യമാണ്, ഈ നാട് എന്റെ നാടാണ്. ഇവിടുത്തെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ വളർത്തിയതും ഈ നാട്ടുകാരനാണ്.
സംശയങ്ങൾ വളർത്തുന്നതിനേക്കാൾ ഈ കുഞ്ഞിനെ വളർത്താൻ നോക്കുക, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. രത്നമ്മേ, ഞാൻ സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓ, വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഗസ്റ്റ് ഇവരാണോ? ആയിക്കോട്ടെ. ആഹാ, ഹായ്. ഫുഡ്. ആ. ഏ? എടാ, എന്താണ് ഇത്? ആ അതെ ചേട്ടാ, ഏ? വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചാ പോരെ, എന്തിനാ ഈ പാത്രത്തിൽ ഒഴിക്കുന്നേ? ഇതാണ് വെള്ളം. ആ. ഇത് കറിയാണ്. അറിയാ? അയ്യോ, ഏ? ഇതെന്താ ഇത്? കാണാൻ കറുത്തുരുണ്ട് കല്ല് പോലെ ഇരിക്കുന്നു, കടിച്ചപ്പോ നല്ല സോഫ്റ്റും. ഇതിന്റെ പേരെന്തുവാ? അതെ, അതിന്റെ പേര് കളിയുന്ന. അത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം കല്ല് പോലെ അയ്യോ, ആവും. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വല്ല പാലക് പനീറോ ഡാൽ മഗ്നിയോ ബട്ടർ മസാലയോ ചപ്പാത്തിയോ റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാ വലിയ ഉപകാരമായിരുന്നു. നീ എന്താ ഇംഗ്ലീഷിൽ തെറി പറയാ? അയ്യോ, ഞാൻ തെറിയെന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞതാ. നീ പറഞ്ഞ ഒന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കിട്ടുന്നത് ഈ കളിയും പിന്നെ കറിയോ. കളിയാ? ആ, നീ എന്തുവാ നോക്കുന്നേ? അല്ല, ഇതില് വല്ല കല്ലും ഉണ്ടോ നോക്കുമായിരുന്നു. കല്ല് കിട്ടി ഞാൻ നിന്റെ തല അടിച്ച് പൊടിക്കും. മെല്ലെ കഴിക്കടാ. അവന്റെ ഒരു കല്ല്. റൊട്ടിയും പാലപ്പനീറും കിട്ടുമോ ഇവിടെ? അമ്മേ, റൊട്ടിയും പാലപ്പനീറും ഇവിടെ കിട്ടുമോ? ഞാൻ എന്നോട് നേരത്തെ ചോദിച്ചു നോക്കുന്നു. ചോദിച്ചായിരുന്നു. ഇവിടെ റൊട്ടിയോ പാലക് പനീറോ എല്ലാം കിട്ടുമോ? എടാ, കഴിച്ചോണ്ടൊന്നപ്പോ നീ ഇത് എങ്ങോട്ടാ പോയത്? അതെ, എല്ലാ പ്രാവശ്യം ഓണത്തിന് വരാറില്ലേ നമ്മുടെ ശങ്കരൻ, അയാളിപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? അയാൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് പോയത്. ശരി ശരി, നീ കഴിക്കാൻ നോക്ക്, നമുക്ക് തോട്ടത്തിലേക്ക് പോണം. മോളെ, 28 വർഷമായി 28 പ്രാവശ്യം ഞാനിവിടെ വന്നു. നിങ്ങൾ ആഹാര സാധനം, പണം, അങ്ങനെ എന്തൊക്കെയോ എനിക്ക് തന്നു. ഒന്നും തന്നെ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് 28 29 പ്രാവശ്യം നീ വന്നിട്ടുണ്ട്. ഓ, എന്റെ മോന് സുഖമാണോ? അവനെന്താ പരമസുഖമല്ലേ? പരമസുഖം. അവനൊരു രാജാവിനെ പോലെയാ ജീവിക്കുന്നത്. അവന്റെ കൂടെ ഉള്ളവർക്ക് ആർക്കും തന്നെ ഒരു കുറവുമില്ല. അതെന്തോ പറയുമല്ലോ, ആർക്കിടെക്ചർ എന്ന്. അതാ അവനെ പഠിപ്പിച്ചത്. എല്ലാവർക്കും വലിയ വീടൊക്കെ അവൻ പണിഞ്ഞു കൊടുക്കുകയാണ്. ബിൽഡിങ് ഡെമോൺസ്ട്രേഷനിലും ഒക്കെ അവൻ നമ്പറുള്ള. അവനെ ഒരു രാജകുമാരനെ പോലെയാ ഞാൻ വളർത്തിയത്. അവന് ഈ അടിപിടി വഴക്കൊന്നും അറിയില്ല. അവനെ ഒരു കൊതു കടിച്ചാൽ പോലും രക്തം കുടിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. അത്രയ്ക്ക് നല്ല മനസ്സാ. ഈ അടിപിടിയൊക്കെ ഉണ്ടല്ലോ, സിനിമയിൽ കാണുന്നത് പോട്ടെ, ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ അപ്പൊ തന്നെ അവൻ വേർക്കും. മുലപ്പാൽ കൊടുക്കേണ്ടത് നിന്റെ കടമയാണ്, കുടിക്കേണ്ടത് അവന്റെ അവകാശവും. അത് തടയാനായിട്ട് ആർക്കും ഒരു അധികാരവും ഇല്ല. അവന് എന്തൊക്കെയാ ഇഷ്ടം? ശാന്തമായ കടല് വലിയ ഇഷ്ടമാ. ദേഷ്യം പുറത്ത് കാണിക്കാത്തത് അവന് ഇഷ്ടമാ.
അവനൊരു ഷർട്ട് ഇടുകയാണെങ്കിലേ കറുത്ത ഷർട്ട് ഇടയില്ല. സംസാരിക്കുമ്പോൾ പോലും അവൻ ആരെയും വെറുപ്പിക്കില്ല. ജീവിക്കുന്ന ജീവിതത്തിലും അവന്റെ വാക്കുകളിലും കാരുണ്യം, സ്നേഹം, മനുഷ്യത്വം ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ് മോളെ. ഒരുത്തൻ ധീരനാകുന്നു, അവൻ ഈ മണ്ണിന് തന്നെ ഭാരമാകുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഈ മുലപ്പാലും